ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കൺമണി കാപ്പി ഇടാൻ പോവുകയാണ്. സുജു അപ്പോൾ പറയുന്നുണ്ട്, നീ ഇങ്ങ് തന്നെ ഞാൻ ഉണ്ടാക്കാം, അവന് കടുപ്പം കൂടുതൽ ഇടുന്നതാണ് ഇഷ്ടം എന്നങ്ങനെ സുജു പറയുമ്പോൾ കൺമണി എല്ലാം സുജുവിന് വിട്ടുകൊടുക്കുകയാണ്. കൺമണി എന്നിട്ട് ചിരിച്ചുകൊണ്ട് സുജുവിനോട് പറയുന്നുണ്ട്, കുറച്ച് മധുരം കൂട്ടിയിട്ടോ അമ്മേ, സ്നേഹത്തിൻ്റെ ഒപ്പം മധുരം കുറച്ച് കൂടുന്നത് നല്ലതാണെന്ന് പറയാണ്. പിന്നീട് കൃഷ് ദേവ്ജിയോട് പറയുന്നുണ്ട്, ചിലപ്പോൾ അമ്മ ദേവ്ജിയോട് ആവശ്യപ്പെടുന്നത് എന്നെ ഇവിടെ നിർത്തണ്ട എന്നായിരിക്കും. അമ്മയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അമ്മയുടെ മകൻ ഇപ്പോൾ അടുത്തില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ എല്ലായിടത്തും ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമാവില്ല. ഞാൻ എന്തായാലും മുറിയിലുണ്ടാവും ദേവ് സാർ എന്ന് പറഞ്ഞ് കൃഷി അങ്ങനെ ലാപ്ടോപ്പും ഫയലുകളും എടുത്ത് മുറിയിലേക്ക് പോവാൻ നിൽക്കുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട്, നീ ഒന്ന് അവിടെ നിന്ന് നീ ഒരിടത്തേക്കും പോകുന്നില്ല, അവിടെ പോയിരിക്കേ എന്ന് കർക്കശമായി ദേവ്ജി അങ്ങനെ പറയാണ്. അങ്ങനെ കൃഷ് അവിടെ പോയി ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുജുവും കൺമണിയും കാപ്പിയായി വരികയാണ്. സുജു ഒരു കാപ്പി ദേവ്ജിക്കും ഒന്നെടുത്ത് കൃഷിനും വെച്ചു കൊടുക്കുകയാണ്. കൃഷിനുള്ള കാപ്പി സുജു അങ്ങനെ അവിടെ വെച്ചു കൊടുക്കുന്ന സമയത്ത് കൃഷി അങ്ങനെ സുജുവിനെ നോക്കുന്നുണ്ട്. പിന്നീട് ദേവ്ജി കാപ്പി കുടിച്ചുകൊണ്ട്, സുജാതെ ഈ കാപ്പിക്ക് എന്തൊരു കടുപ്പമാണെന്ന് ചോദിക്കുമ്പോൾ സുജു പറയുന്നുണ്ട്, കാപ്പി കുടിക്കുമ്പോൾ കുറച്ച് കടുപ്പത്തിലൊക്കെ കുടിക്കണം ദേവ്ജി എന്നങ്ങനെ പറയാണ്. അതിനുശേഷം കൃഷി കാപ്പി കുടിക്കുന്നുണ്ട്. കൃഷി എന്നിട്ട് കൺമണിയോട് പറയുന്നുണ്ട്, താങ്ക് യു കൺമണി, എനിക്ക് ഈ കടുപ്പം ഓക്കെയാണ് എന്ന് പറയുന്നുണ്ട്. സുജു അപ്പോൾ ദേവ്ജിയോട് ചോദിക്കുകയാണ്, ദേവ്ജിയുടെ ഇവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട്, ഇത് വലിയ രസമാണ് സുജാതെ, ചില ദിവസങ്ങളിൽ ഞാനും കൃഷും കൂടിയാണ് അടുക്കളയിൽ കയറുന്നത്, പിന്നെ അവിടെ ഒരു യുദ്ധക്കളമായിരിക്കും, ചിലപ്പോൾ ജയിക്കും ചിലപ്പോൾ തോൽക്കും, പിന്നെ തോറ്റു കഴിഞ്ഞാൽ ഓൺലൈനിൽ ഓർഡർ ചെയ്യും എന്നങ്ങനെ ദേവ്ജി പറയുന്നുണ്ട്. സുജു അപ്പോൾ പറയാണ്, പെട്ടെന്ന് അങ്ങനെ അടുക്കളയിൽ കയറി വാശിക്കൊന്നും ഉണ്ടാക്കിയാൽ ശരിയാവില്ല, എനിക്കൊരു പരിചയം വേണം, ഭക്ഷണം എന്തായാലും ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ, എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, ഇനി മുതൽ ദേവ്ജിക്കുള്ള ഫുഡ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊടുത്തു വിടാം എന്ന് സുജു അങ്ങനെ പറയുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട്, ആയിക്കോട്ടെ, അങ്ങനെ ഒരു കാരുണ്യം ചെയ്യുന്നത് നല്ലതല്ലേ അല്ലടെ കൃഷി എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയാണ്, ദേവ്ജിക്ക് ഫുഡ് വേണമെന്നല്ലേ പറഞ്ഞത്, ദേവ്ജി വാങ്ങിച്ചു കഴിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. പിന്നീട് അമ്മയ്ക്കും മകനുമായി കുറച്ച് സമയം ചെലവഴിക്കാനായി കൺമണി അങ്ങനെ ദേവ്ജിയോട് പറയുന്നുണ്ട്, ദേവ്ജി ഒന്ന് അടുക്കളയിലേക്ക് വരുമോ, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്നും ദേവ്ജിയെ വിളിച്ചുകൊണ്ട് കൺമണി പോവുകയാണ്. പിന്നീട് കൃഷും സുജുവുമാണെങ്കിൽ കാപ്പി കുടിച്ചുകൊണ്ട് പരസ്പരം നോക്കുന്നുണ്ട്. കൺമണിയടുത്താണെങ്കിൽ ദേവ്ജി പറയുന്നുണ്ട്, എൻ്റെ മോളെ ഇത് അധികം നേരമൊന്നും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, സുജാത് ഇപ്പം തന്നെ എല്ലാം വിളിച്ചു പറയുമെന്നാ എനിക്ക് തോന്നുന്നതെന്ന് ദേവ്ജി പറയാണ്. കൺമണിയപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല ദേവ് സാർ, അമ്മ സൂക്ഷിച്ചോളും എന്നങ്ങനെ പറയാണ്. അതിനുശേഷം കാപ്പി കുടിച്ചുകൊണ്ട് തന്നെ സുജു കൃഷിയുമായുള്ള പണ്ടത്തെ നല്ല നിമിഷങ്ങൾ അങ്ങനെ ഓർക്കുകയാണ്. ദേവ്ജി കൺമണിയോട് പറയുന്നുണ്ട്, എങ്കിലും വല്ലാത്തൊരു കണ്ടീഷൻ ആണല്ലോ മോളെ നീ അവർക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. കൺമണിയപ്പ പറയുന്നുണ്ട്, പിന്നെ അത് വെക്കണ്ടേ സാർ, അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴുള്ള ആവേശമൊക്കെ കൃഷി സാറിന് നഷ്ടപ്പെട്ടു പോവും, എന്തായാലും നമുക്ക് എവിടം വരെ പോകുമെന്ന് നോക്കാമെന്ന് പറയാണ്. സുജു അപ്പൊ കൺമണിയെ വിളിച്ചുകൊണ്ട്, കൺമണി അമ്മയുടെ ആവശ്യമുണ്ടോ അടുക്കളയിൽ എന്ന് ചോദിക്കുകയാണ്. കൺമണിയപ്പോ ഇല്ല അമ്മേ എന്നും പറയുന്നുണ്ട്. പിന്നീട് ശ്രീനിവാസനോട് ശാന്തമായും സുലോചനമായും സംസാരിക്കുന്നുണ്ട്, എത്രയാന്ന് വെച്ചാ ഏട്ടാ, ഞങ്ങൾ ഇവിടെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്, ഇങ്ങനെ വീട്ടിലിരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകളെല്ലാം വരുന്നത്, ജോലിക്ക് പോയിരുന്ന സമയത്ത് അതിനൊന്നും സമയമുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ ജോലിക്ക് പോയാലോ എന്ന് ആലോചിക്കുകയാണ്, എന്താണ് ഏട്ടൻ്റെ അഭിപ്രായം എന്ന് അവരങ്ങനെ ചോദിക്കുകയാണ്. ശ്രീനിവാസനപ്പം പറയുന്നുണ്ട്, നിങ്ങളിവിടെ ഒരു ബുദ്ധിമുട്ടല്ല ആർക്കും, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കൺമണി നല്ലപോലെ തന്നെയാണല്ലോ നോക്കുന്നത്, പിന്നെന്താണ്, എന്തായാലും കൺമണി വരട്ടെ, എന്നിട്ട് നമുക്ക് ഈ കാര്യത്തെ പറ്റി ആലോചിക്കാം, എന്നിട്ട് അവള് പറയുന്ന തീരുമാനം എന്താണോ അതിനനുസരിച്ചിട്ട് നമുക്ക് നീങ്ങാം എന്നങ്ങനെ ശ്രീനിവാസൻ പറയുമ്പോൾ അമ്മായിമാര് പറയുന്നുണ്ട്, പെട്ടെന്ന് കൺമണി ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കില്ല, ഏട്ടനും കൂടി ഒന്ന് നിർബന്ധിക്കണം, ഇനിയിപ്പോൾ ഞങ്ങൾ എന്തായാലും ഞങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല, ഇനി ഞങ്ങൾ ജോലിക്ക് പോയി സമ്പാദിക്കുന്നതെല്ലാം കൺമണിക്ക് വേണ്ടി മാത്രമാണ് എന്നങ്ങനെ അമ്മായിമാര് പറയുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, എന്തായാലും കൺമണി വരട്ടെ, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാമെന്ന് പറയാണ്. പിന്നീട് മാനസ വീട്ടിലിരുന്നു കൊണ്ട് അലികയിലെ ഫയലുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ജയമോഹൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ മോളെ കാര്യമായിട്ട് നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മാനസ പറയുന്നുണ്ട്, ഇതെല്ലാം അലികയിലെ ഫയൽസ് ആണ്, ഈ ഫയലുകളെല്ലാം നമ്മുടെ സ്റ്റാഫുകളുടെ എഗ്രിമെന്റ്സ് ആണ്, ഇപ്പൊ ഞാൻ നോക്കാൻ കാരണം സാഗരങ്ങള് അലികയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ കൺമണി കൂടി ഇറങ്ങിപ്പോവോ എന്നറിയാനായിരുന്നു എന്ന് മാനസ പറയുമ്പോൾ ജയമോഹൻ പറയുന്നുണ്ട്, കൺമണിയെ എങ്ങനെ നമ്മൾ പറഞ്ഞയക്കും, സാഗർ പറയുന്നത് പോലെ അലികയിലെ ഒരു അസറ്റാണല്ലോ കൺമണി, അവളെ പോലെ ഒരു പകരക്കാരിയെ കണ്ടുകിട്ടുക പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, എന്തെങ്കിലും പറഞ്ഞ് അവളെ ഇവിടെ തന്നെ നിലനിർത്തിയേ പറ്റൂ എന്ന് ജയമോഹൻ അങ്ങനെ പറയുമ്പോൾ മാനസ പറയുന്നുണ്ട്, അച്ഛൻ ഈ പറഞ്ഞതിനെല്ലാം ഉള്ള ഉത്തരം ആ എഗ്രിമെന്റ്സ് ആണ്, ഈ എഗ്രിമെന്റ് അനുസരിച്ച് കൺമണിക്കും ദേവ്ജിക്കും അടുത്ത 4 മാസം വരെ അലിക വിട്ടു പോവാനാവില്ല, എന്റെ ഉടമസ്ഥതയിലുള്ള അലികയിൽ 4 മാസമെങ്കിൽ 4 മാസം അവളെ എനിക്ക് അവിടെ കിട്ടണം,
ഇത്രയും കാലം അലികയുടെ എല്ലാം എന്ന് പറഞ്ഞ കൺമണിയെ എനിക്ക് ഒന്നുമല്ലാതാക്കണം. അലികയിലെ കരാറ് പൂർത്തിയാക്കി അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റൊരു സ്ഥാപനവും അവളെ തേടിയെത്താൻ പാടില്ല. എന്തായാലും 4 മാസത്തെ സമയം നമുക്കുണ്ടല്ലോ, അതിനുള്ളിൽ ഞാൻ നല്ലൊരു പകരക്കാരിയെ കൊണ്ടുവരും. ഇതൊക്കെ പോട്ടെ, ഞാൻ അച്ഛനോടൊരു കാര്യം ചോദിക്കട്ടെ. അഗ്രങ്ങളുടെ വലതു കൈ ആയിരുന്നല്ലോ ദേവ്ജി. അലികയിൽ അച്ഛൻ നടത്തിയിരുന്ന എല്ലാ നീക്കങ്ങളും ബുദ്ധിപൂർവ്വം നിരീക്ഷിച്ച് അച്ഛനെ തകർക്കാൻ നോക്കിയ ആൾ. പിന്നെന്താ ഇപ്പോൾ അയാളോട് പകയൊന്നുമില്ലേ എന്ന് മാനസ അങ്ങനെ ചോദിക്കുമ്പോൾ ജയമോഹൻ ഒരു ചിരിയോടെ പറയുന്നുണ്ട്, എടി മോളെ, കുറച്ച് ദിവസം അധികാരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതങ്ങ് ആഘോഷിക്കും. കഴിഞ്ഞിട്ടേ ബാക്കി എന്തുമുണ്ടാവോ? ദേവ്ജി എന്ന ബുദ്ധി രാക്ഷസന് ചില മറുപടികൾ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മളിതൊക്കെ ചെയ്തതുകൊണ്ട് വല്ല അർത്ഥവുമുണ്ടോ എന്നെല്ലാം ജയമോഹൻ അങ്ങനെ പറയാണ്. മാനസപ്പ പറയുന്നുണ്ടോ, ഒന്നും വിട്ടുകൊടുക്കാൻ പാടില്ല അച്ഛാ. ജയമോഹനോടും മോളോടും കളിച്ചാൽ ജോലിയല്ല ജീവിതം തന്നെ ഇല്ലാതാവുമെന്ന് അവര് ഓർക്കണം. പിന്നെ കൺമണിയുടെ കാര്യം, ഇനി അവൾക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ കരയിക്കും. എന്റെ മുന്നിൽ അവൾ പതറും. അലികക്കകത്ത് എന്റെ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ അവൾ തല കറങ്ങി വീഴും. എന്നിട്ട് എനിക്ക് തന്നെ ആ വിവരം കൃഷിനെ വിളിച്ച് പറയണം. കൃഷി എന്നിട്ട് അവളെ താങ്ങാൻ വരുമല്ലോ. അതൊക്കെ ഞാൻ ഇപ്പോഴേ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന് മാനസ പറയുമ്പോൾ ജയമോഹൻ പറയുന്നുണ്ട്, നിനക്ക് എന്ത് വേണമെങ്കിലും അലികയിൽ ചെയ്യാം. ഞാൻ നിനക്കത് കളിക്കളമായി വിട്ടു തന്നിരിക്കുകയാണ് എന്നെല്ലാം ജയമോഹൻ മാനസയോട് പറയുമ്പോൾ മാനസ പറയുന്നുണ്ട്, ഞാനിന്ന് ജയിക്കട്ടെ അച്ഛാ. എല്ലാവരെയും എനിക്ക് തകർക്കണമെന്ന് അങ്ങനെ പറയുകയാണ്. പിന്നീട് സുജു ദേവ്ജിയുടെ വീട്ടിലേക്ക് വന്നത് അറിയാത്തതുപോലെ സാഗറും കൃപയും ഫുഡെല്ലാം വാങ്ങിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവിടെ വെച്ച് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന സുജുവിനെ കാണുന്നതും സാഗർ ചോദിക്കുന്നുണ്ട്, സുജു നീ എന്താണ് ഇവിടെ എന്നങ്ങനെ ചോദിക്കുമ്പോൾ സുജു പറയുന്നുണ്ട്, ഞാൻ ദേവ്ജിയെന്ന് കാണാനായി വന്നതാണെന്ന് പറയാണ്. പിന്നീട് അലിക വിട്ടുപോയതിന്റെ കാര്യം ദേവ്ജി അങ്ങനെ പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, പോന്നതൊക്കെ പോട്ടെ ദേവ്ജി, എനിക്കിനി വെയ്യ എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, അങ്ങനെ വിട്ടുകളയാനൊന്നും പറ്റില്ല. ലിക നഷ്ടപ്പെടാൻ കാരണമായ ചിലരിവിടെയുണ്ട് എന്ന് കൃഷി അങ്ങനെ സുജുവിനെ കുത്തി നോവിച്ചുകൊണ്ട് പറയാണ്. അങ്ങനെ സുജു ആണെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ സാഗറിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. കൃഷി ആണെങ്കിൽ കൺമണിയോടും ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ രണ്ടുപേരും പരസ്പരം വഴക്കിടുകയാണ്. ദേവ്ജി എന്നിട്ട് പറയുന്നുണ്ട്, മതി നിർത്ത്, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ പരിഹരിക്കാമെന്ന് പറയും. അതിനുശേഷം സാഗർ പറയുന്നുണ്ട്, ഞാൻ ഫുഡൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്, എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാമെന്ന് പറയാണ്. കൃഷി അപ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. എന്നാൽ സാഗർ ആണെങ്കിൽ വാടാ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. കൃഷി മാത്രം വരുന്നില്ല. സുജു അപ്പൊ സാഗറിനോട്, സാഗർ കൃഷിനെ വിളിക്കുകയെന്ന് പറയാണ്. കൃപ അപ്പൊ പറയുന്നുണ്ട്, ഞാൻ വിളിച്ചുകൊണ്ട് വരാമെന്ന്. അങ്ങനെ കൃപ റൂമിലേക്ക് പോയി കൃഷിനെ ബലമായി പിടിച്ചുകൊണ്ടുവന്ന് അവിടെ ഇരുത്തുകയാണ്. സുജുവിന്റെ അടുത്താണ് കൃപ അങ്ങനെ കൃഷിനെ ഇരുത്തുന്നത്. അങ്ങനെ അമ്മയും മോനും അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. കൺമണി അപ്പോൾ കൃഷി കേൾക്കാതെ സുജുവിനോട് സന്തോഷമായോ അമ്മേ എന്ന് ചോദിക്കുകയാണ്. സുജു അപ്പോൾ ചിരിച്ചുകൊണ്ട് ആ അതെ എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം സന്തോഷമായി എല്ലാവരും ഒത്തുകൂടി ഇരുന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുജു അങ്ങോട്ടേക്ക് അവർക്കുള്ള ഐസ്ക്രീം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. കൃഷിന് ഐസ്ക്രീം കൊടുക്കുമ്പോൾ കൃഷി അത് എടുക്കാൻ മടിക്കുന്നുണ്ട്. എന്നാൽ സാഗർ നിർബന്ധിച്ച് അങ്ങനെ കൃഷിന് ഐസ്ക്രീം കൊടുക്കുമ്പോൾ കൃഷി അത് വാങ്ങി കഴിക്കുകയാണ്. കൃപയാണെങ്കിൽ സാഗറിന്റെ ഐസ്ക്രീം കൂടി വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് എല്ലാവരും തന്നെ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് സാഗറിനോട് പറയുന്നുണ്ട്, സാഗർ ഇതെന്തായാലും ഗംഭീരമായി, എല്ലാവരും കൂടി ഇരുന്ന് ഒരു ഉഗ്രൻ ഭക്ഷണം, അതിനുശേഷം ഇതാ ഐസ്ക്രീം, ഞാനിത് കഴിക്കാത്തതാണ്, പക്ഷേ ഈ ദിവസത്തിന്റെ പ്രത്യേക സന്ദർഭത്തിൽ ഞാനിത് കഴിക്കുകയാണ് എന്ന് ദേവ്ജി അങ്ങനെ പറയുന്നുണ്ട്. ഋഷാപ്പ സുജുവിനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, കഴിച്ചോ ദേവ് സാർ, പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനെ കൂടുതൽ വിളമ്പുന്നതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരിക്കും എന്നങ്ങനെ പറയുകയാണ്. എന്നാൽ ആ സന്തോഷ നിമിഷം കുറച്ചു നേരത്തേക്ക് മാത്രമാക്കാൻ എല്ലാവരുടെയും സന്തോഷം തല്ലിക്കെടുത്താനായി മാനസ ദേവ്ജിയുടെ വീട്ടിലേക്ക് അങ്ങനെ വരികയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.